എന്നാ നമുക്ക് ആദ്യം സുന്ദരിക്ക് പൊട്ടിത്തെറി നടത്തിയാലോ? സുന്ദരിയായിട്ട് ആരാ നിൽക്കുന്നത് നോക്കിയാ അവിടെ. നാട്ടുകാരെല്ലാം കണ്ടേ. കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ. ബാബുവിന്റെ മൈക്ക് ചേട്ടാ, നമ്മുടെ സുന്ദരി ഒന്ന് കാണിച്ചു കൊടുക്കുവോ? സുന്ദരിയല്ലേ? അല്ല, ഞാൻ രണ്ട് വെച്ചിട്ടുണ്ട്. എലി മതിയായിരുന്നോ? അത് സുന്ദരി അപ്പൊ ഗെയിമിന്റെ പേര് മാറ്റേണ്ടി വരൂലേ? അതെന്തൊരു പരിപാടി? എടാ, നമ്മൾ എല്ലാരും വിളിയടാ, എല്ലാരും വാടാ. ബ്രൈറ്റ് ഫോക്സ് മതി ബ്രോ. അങ്ങനെ ഒരു കാര്യം, ബ്രൈറ്റ് ഫോക്സിന്റെ ഒരു പിക്ചർ പ്രിന്റ് എടുത്ത് നേരെ ഇങ്ങോട്ട്. മാറി, എല്ലാരും മാറ്റി. ബാബുവിനൊന്നും കളിപ്പിക്കണ പോലും ഇല്ല, മനസ്സിലായ? ഈ കൂട്ടത്തിൽ സുന്ദരി കോട്ടയിടയിൽ അത് നമുക്ക് മഴയാണല്ലോ, അത് നമുക്ക് ചെയ്യാലോ. ചെയ്തു തീർക്കാട്ട്. രണ്ട് മൈക്കും വർക്ക്. ഇത് നിന്റെ മൈക്ക് ഗൈസ്, ഇവന്റെ മൈക്ക് വർക്കിംഗ് ആണോ ടെസ്റ്റ് ചെയ്തോട്ടെ. ഹലോ ഗൈസ്, ഈ മൈക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കണേ. ഓക്കെ അല്ലേ? ബാബു എന്തിനാ സംസാരിച്ചടാ? ഹലോ ഗൈസ്, ബാബുവിന്റെ സൗണ്ട് കേൾക്കാവോ നിങ്ങൾക്ക്? ആവണം. TBA എന്ന് ചാറ്റ് ഇട്ട് ഗൈസ്. ബാബുവിന്റെ മൈക്ക് വർക്കിംഗ് ആണെങ്കിൽ TBA എന്ന് ചാറ്റ് ഇട്ട് ഗൈസ്. TBA, കമോൺ TBA ഗൈസ്. എടാ വാടാ, എല്ലാരും വാടാ. ഗോളടി ഗൈസ്. TBA അത്രേ ഉള്ളൂ. പവർ ഗോളടി. മൈക്ക് വർക്കിംഗ് ആണോ നോക്കിയോ? മൈക്ക് വർക്കിംഗ്. ഞാൻ കണ്ട് ചാറ്റിനൊക്കെ കാണാമല്ലോ. TBA എന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവല്ലോ നീ എന്താ ഉദ്ദേശിച്ചത്, നീ എന്താ പറഞ്ഞത്. പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളെ ഈ എളിയ നിമിഷത്തിൽ പിള്ളേർ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാവോയെ വിളിക്കാം. ആദ്യം അപ്പാപ്പനെയാണ് നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് ആദ്യം അപ്പാപ്പനെ വിളിക്കണം. ക്ഷണിക്കുന്നു ഞാൻ. അപ്പാപ്പന്റെ കണ്ണാറിലത് കെട്ടി കൊടുക്കണം. അല്ല, പുള്ളി സുന്ദരി ഉണ്ടെങ്കിൽ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അതെ, അപ്പാപ്പന്റെ മുഖം ഒന്ന്. അപ്പാപ്പൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സുന്ദരി ഉണ്ടെങ്കിൽ കണ്ണുപോലും വേണ്ട, മണത്ത് കണ്ടുപിടിക്കും. അതാണ് അപ്പാപ്പന്റെ കഴിവ്. ഞാൻ പണ്ടത്തെ പ്രാവയെ പറ്റിയാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ പ്രാവയെ പറ്റിയല്ല. പ്രശ്നം തീർന്നില്ലേ? ഇങ്ങോട്ടോ. പിന്നെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ രണ്ടു ഇവിടെ കണ്ണടിക്കോ. 50 വരും. ഇറങ്ങിയോ? ഒരുപാട് കറക്കി വിടണോ? അത് നേരത്തെ കറക്കി വിടണം. അടിക്കാൻ നിൽക്കുകയാണല്ലോ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം, കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞുതരില്ലേ നമ്മള്? കേറുന്ന വണ്ടി താറാണെങ്കിൽ റിവേഴ്സ്. നമുക്കൊരു ആങ്കർ ഉണ്ടായിരുന്നല്ലോ, പുള്ളി എവിടെ? അതെ, ഒന്ന് ആങ്കറിങ് ചെയ്യോ? ഒരെണ്ണം പിടിച്ചോ. റെഡിയല്ലേ? അല്ലല്ല, ഇത് എടാ കണ്ണ എന്ത് ചെയ്യ? എടാ കണ്ണ് താക്കോ. മാറി. ഈകളെ കുഴപ്പമില്ല. പ്രൈസ് ഉണ്ടോ? ഈഗിൾ ഡോഗ് എന്തെങ്കിലും സമ്മാനം? സമ്മാനമൊക്കെ അവസാനം. ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് ഇറങ്ങി നിൽക്കും. നിങ്ങൾക്ക് എല്ലാവരും വഴി കൊടുത്ത് കറക്കി വേറെ പറമ്പിലേക്ക് വിടണേ. ഒന്നോളം കണക്ക് അങ്ങോട്ട്. സെറ്റാണ്. ഇത് നേരെ നേരെയാണ്. അങ്ങോട്ടല്ല, നേരെയാണ്. കുത്തിക്കോ. എല്ലാവരും ക്ലൂ തരാം. നേരെ ഈ സൈഡിലോട്ടെ. അല്ല അതല്ല ദിശ. ബ്രാവോ, എന്നെ വിശ്വാസമില്ല നിനക്ക്. നേരെ പോട്ടെ. ക്യാമറമാന് പൊട്ടി കൊടുക്കും. ചുമ്മാ കുറച്ച് റൈറ്റ് പിടി. അത്ര വേണ്ട, കുറച്ച് ലെഫ്റ്റിലോട്ട്. ഇനി നേരെ. കുറച്ചും കൂടെ നേരെ. അത് തൊടാൻ പാടില്ല. ഒറ്റ കുത്ത്. നേരെ ഫ്രണ്ടിലുണ്ട്. അത്രേ ഉള്ളൂ. അവിടെ കൈയുള്ളൂ. കുത്തിക്കോ.
അളവെടുത്തിട്ട് പോയതാ. അവിടെ ബി ബി. ഓക്കെ ഓക്കെ കറക്റ്റ് ഒന്ന് കാണിക്കാം. അടുത്തടുത്ത് ഇതെല്ലാം ഫ്രണ്ടിൽ നിന്ന് നടന്ന ഈകളല്ല. കെട്ടിക്കൊടുക്കടാ കെട്ടിക്കൊടുക്കടാ. ബ്രാവോ ബ്രാവോ കെട്ടിക്കൊടുക്ക. അല്ല ഉന്നം വെക്കൊന്നും വേണ്ട, നമുക്ക് ശരിയാക്കാം. കെട്ടിക്കോ, നന്നായിട്ട് കെട്ടണേ. മുടി അത് 16. അതൊക്കെ നിനക്ക് കാണിക്കാൻ അറിയോ? 16ഒക്കെ വാശിയേറിയ കറക്കലാണ്. ഞാൻ കണ്ടോളേ. എന്റെ മുതലാളിയെ കൊണ്ടുപോകാൻ എന്റെ മുതലാളിക്ക് എന്നെ കാട്ടി നല്ലൊരു വഴികാട്ടി കിട്ടുമെന്ന് ഈ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നുണ്ടോ? ഇപ്പൊ തൊടല്ലേ. അല്ല, ആദ്യം വേണമെങ്കിൽ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം തൊട്ട് നോക്കാൻ അവസരം തരാം. അത് കഴിഞ്ഞ ശേഷം വേണ്ടാത്ത സ്ഥലത്തൊന്നും തൊടിക്കരുത്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ പറയണം. ഞാൻ ഏകദേശം കറക്റ്റ് തരാം. ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നീ നിക്ക് ഇങ്ങോട്ട് തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പാ. ഞാൻ ശരിക്കും പറഞ്ഞുതരാം. അങ്ങോട്ടല്ല, കുറച്ചുകൂടെ ഇങ്ങോട്ടാണ്. അല്ലല്ല ആണ്. ഇതാണ് ഞാൻ പറയാം. പോയി വായിടിച്ച് വീണ കാണാൻ ഒരു രസവും കാണൂല, കുഴിയാണ്. ശരിക്കും പറയാം. ഞാൻ ബ്രാവോ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നേ. ഇനി പറ്റിക്കാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ് പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് വെച്ച് ഒരു മിനിറ്റ് നിന്നെ ഒരു മിനിറ്റ്. എന്താ അല്ല, കുറച്ച് കൈ പൊക്കെ മരത്തി തൊട്ടോക്ക്. മരത്തിൽ തൊട്. അപ്പുറത്തെ കൈ ഇപ്പുറത്തെ കൈ എടുത്ത കൈ കറക്റ്റ് തൊട്ടോക്ക്. അത് വേറൊരു മരമായിരുന്നു, അതല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഒറിജിനൽ കുറച്ചു പൊക്കോ, ഫ്രണ്ടോട്ട് വെക്കോ. കറക്റ്റാ. ഈ കൈ മരത്തി. സൈഡിൽ ആരണ്ടൊക്കെ പേര്. ഇത് ബ്രാവോയ്ക്കും മേളിൽ. എടാ, ഇതൊന്ന് ഊരി കൊടുക്കണം. എന്റെ ദൈവം, ഇതെന്താ കൊല്ലാനുള്ള കെട്ടാണോ? ബ്രാവോ, അതെന്ത് കെട്ടാണോ? എഴുതിക്കോ. അടുത്ത മരത്തിന്റെ ഇവിടെ. അല്ല, നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല വഴികാട്ടി ബാബു വഴികാട്ടി. ഞാൻ എവിടെ തൊട്ടത്? എന്തിലും എന്ത് സാധനത്തിലാ തൊട്ടത്? ഞാൻ എന്തിലാ തൊട്ടത്? അല്ല നിക്ക് ബാബു, ഏറ്റവും നല്ല വഴികാട്ടിക്കുള്ള അവാർഡ് കിട്ടുന്ന ആളാ. ഒന്ന് കിട്ടിക്കൊടുത്തേ. ഇത്തവണ ഈകൾ വഴിയെടുക്കരുത്. ഞാൻ വഴികാട്ടി തരാം. എടാ കൊല്ലല്ലേടാ അവനെ. ബ്രാവോ ഈകളെ കൊന്നു കണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു നേരം മുമ്പ്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. നന്നായിട്ട് മുറുക്കണടാ ചന്ദ്ര, ഒന്ന് മുറുക്കണടാ, സഹകരിക്കണ നീ എന്റെ അടുത്ത്. ഞാനേ കണ്ണു പോടാ. നിങ്ങൾ നീങ്ങ, അല്ലെങ്കിൽ അത് കറക്റ്റ് പൊസിഷൻ നോക്കി നോട്ടി വെച്ചേക്കോട്ടെ മൈൻഡില്. നേരെ നോക്കി നടക്ക.
ഓക്കെയാണ്, ഞാൻ പറഞ്ഞുതരാം. അവൻ ദിശയൊക്കെ നോക്കുന്ന നിലത്ത്. അല്ല, ദിശ നോക്കണ്ട, കറക്റ്റാ. ചതിക്കൂല. അവൻ നിലത്ത് കളം വരയ്ക്കുന്നുണ്ടോ? നേരത്തെ കളം വരച്ച് വെക്കുന്നത്. അപ്പൊ അതാ ഇവിടുന്ന് കുറച്ച് റൈറ്റ് തിരണം. ഇച്ചിരി കൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോട്ടെ. അതൊന്നും അങ്ങനെ പിടിക്കുന്നേടാ. ഫ്രണ്ടിലോട്ട് പോട്ടെ. പൊട്ടുവിടുന്ന പരിപാടിയാണ് ഇത്. ഫ്രണ്ടിലോട്ട് പോട്ടെ. ചെല്ല് പോട്ടെ. ഇല്ല, കുറച്ചും കൊണ്ട്. നീ വാ, കറങ്ങി ഇത്രയും ബാക്ക് വന്നതാ. വാ കാറ് കിടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്ന കള്ളനാടാ നിനക്ക്. ഓക്കെ, അത്ര ഇവനൊക്കെ കള്ളനാണതേ, ബൈബർത്ത്. അവൻ മരം പിടിക്കാൻ പോയതുകൊണ്ട് ഇങ്ങനെയാ, ഇങ്ങനെ മരം പിടിക്കുന്നു. അവൻ അങ്ങനെ കൊണ്ടുപോകുന്നു. നേരെ വെക്കോ. നേരെ അതൊന്നും നോക്കല. റൈറ്റ്. താഴെ. കണ്ടു. ഇനി തുറൻ പറ്റില്ല. തല നേരെ നോക്കടാ. ആ, തൊട്. നോക്കൗട്ട്. അളന്നു നോക്കുന്നു കൈ കൊണ്ട്. നേരെ നോക്കടാ. അടിപൊളി. കാതുകുത്തി മന്ദാരക്ക്. അല്ല, ഏറ്റവും അടുത്ത് നെറ്റിയായിട്ട് ഞാനാ ഇപ്പൊ നിൽക്കുന്നത്. അത് വേറെ ശരിയാണ് കേട്ടോ. മെയിൻ പൊസിഷൻ ശരിയാ. അടുത്താളെ കെട്ടിക്കോ, അത് കെട്ടിക്കോ, കണ്ണാടിയൊക്കെ ഒഴിക്കോ. ഞാൻ തറയിൽ മരത്തിന്റെ ഒരു വേര് മാർക്ക് ചെയ്ത് നിങ്ങൾ തെറ്റിച്ചോ. അവൻ കാലും കൊണ്ട് ഇങ്ങനെ തടയും. നിങ്ങൾ ആർക്കാ ഡ്രീമറിനെ കെട്ടിക്കൊടുക്കണ്ടേ? ഇപ്പൊ ഇവനെ കൊന്നതാ. ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്, എല്ലാരെയും കളിപ്പിക്കാൻ. ചില്ലാവണം നിങ്ങൾ എല്ലാരും. കെട്ടിക്കട അവനെ. ഇതെന്ത് സാധനം? ചന്ദ്ര ശ്വാസമുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആരുടെ ഉത്തരവാദിത്വം പറയട്ടെ? ഈകളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നു. അവൻ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുന്നു. ഇങ്ങനെ അവിടെ പോയി മാർക്ക് ചെയ്യണം ഒരാളെ. ചന്ദ്രന്റെ മൂക്കിന്ന് ചോര. അതെന്താ ചന്ദ്രന്റെ പൊട്ടക്കണ്ണട? എടാ ചന്ദ്രൻ അതിന്റെ മേളിക്കണേ കണ്ണടയാ. തമിഴ്നാട്ടിലെ വേണം. ഇപ്പോഴാണ് മറ്റേ വാച്ച്മാൻ സിനിമയിലുള്ള ജന്തുവിനെ പോലെ ഉണ്ട്. ഞാൻ പറയണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പറയുന്ന അവർക്കും വെക്കട്ടെ. അളിയ ഞാൻ പറയുന്നിടത്ത് എത്തിക്കഴിഞ്ഞാ ജസ്റ്റ് കാലെടുത്ത് മേലോട്ട് വയ്ക്കുക. ഓക്കെ അളിയ ധൈര്യമായിട്ട് അളിയ ഞാൻ പറയുന്നത് എനിക്ക് 100% വിശ്വസിക്കാം. എന്നെ പോലെ നിന്നെ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാന്നുള്ള ഒരാൾ പോലും നിനക്കുണ്ടാവില്ല. ഞാൻ പറയാം അളിയ, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. നീ ഇതില് അളിയ കാലാണ് ആദ്യം പൊക്ക. ഇതൊന്ന് അടിയ നിനക്ക് ഇതില് വിധിയില്ല കേട്ടോ. അപ്പൊ പിന്നെ പോട്ടെ, നിനക്ക് ഭാഗ്യമില്ലല്ലേ? ഇല്ല, ഇന്ന് സൂപ്പർ ഒരു കളി കളിക്കായിരുന്നു. ഓണത്തിന് ആരും ചെയ്യാത്തൊരു കളിയായിരുന്നു ഇന്ന് പരീക്ഷ. ഉള്ള കാര്യം പറയല്ല അളിയാ, നിനക്ക് ഭാഗ്യമില്ല. അവന്റെ കയ്യിലുള്ള മാർക്കർ അവിടെ ഇനി അതില്ലാതെ ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ അല്ല, ഇവിടെ ഒന്ന് 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയാൽ അങ്ങോട്ട് കുറച്ചും കൂടെ റൈറ്റ്. ഇനി കുത്തിക്കോ. തൊട്ട് മുകളിലാണ് അതിരിക്കണേ. അപ്പൊ അതിനനുസരിച്ച് നീ ഇനി തൊടാൻ പറ്റില്ലേ?
അവിടെ അല്ലടാ, അവിടെ അല്ലായിരുന്നു. പിന്നെ അഴിക്കണമല്ലോ. ഓ ഇത് ആരടാ കെട്ടിയത് ഭ്രാന്തൻ? ഇവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് എടുത്ത് നീ കൊണ്ടുവന്നിട്ട് എടുത്ത് വെച്ചടാ. അയ്യോ ചന്ദ്രൻ എന്നാ കേട്ടോ ഒരു കൊലപ്പഴം. ഇനി ആരാ വേണ്ടത്? ചാറ്റിനോട് തന്നെ ചോദിക്കാം. ചന്ദ്ര നിന്നെ എവിടെയാണ്? നീ ലൈവ് കാണണം. ഞാൻ കാണിച്ചെടുക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കിയേ. റിഫ്രഷ് ചെയ്താ വരൂടാ. നിന്റെ നെറ്റിന്റെ അവിടെ പോയി ഗ്രില്ല് ഊരിയായിരുന്നു. പോയാ ഇല്ലടാ ലൈവായിട്ട് പിന്നെ കാണാടാ. എന്നാ പിടിച്ചോ. അയ്യോ എടാ അറിയാണ്ട് പോലും മറ്റേ ഇവനെ കൊണ്ട് കെട്ടിപ്പിക്കല്ലേ, നീ ചത്തുപോവും. ഈഗിൾ ബ്രോ നേരത്തെ എന്താ ചെയ്തെന്ന് കണ്ടില്ലല്ലോ. അതാ ബാക്കിൽ നിന്ന് ക്യാമറ പിടിക്കണ കറക്റ്റ് കിട്ടിയോ? ഇതെന്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ മുണ്ട് എവിടെ പോടാ? ചന്ദ്രൻ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടത് കേട്ടോ. എല്ലാരും കൂടെ വരണോ? ഓക്കെ നേരെയുള്ള ദിശയാണ്. നേരെ വെക്കോ. ഈ കൈ പൊക്കിക്ക്. മരം കിട്ടി. ഇനി ഈ കൈ താത്തി. അവിടെ തന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ലേശം കറക്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തോ. കറക്റ്റ് ചെയ്തോ. ബാബുവിനെ തോപ്പിച്ചു. അല്ലല്ല ഇത് ബാബുക്കും മേലെ. ആന്നാ നീ പാടൂ. ആർക്കാ പാടണ്ടേ? ഞാൻ നിന്റെ ശബ്ദം കേട്ടെ. നിക്ക് ചാറ്റിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ആരാ? കോച്ചാണോ? നിക്ക് കോച്ച് എവിടെ? കോച്ച് എല്ലാവർക്കും കോച്ച് ചെയ്യണോ? നീലനെ ആരില്ലോ ഒരാളെ കൂടെ. എനിക്ക് രണ്ടെണ്ണം. എന്നാ പിടിച്ചോ. അടുത്തപ്പോ നമ്മുടെ കോച്ചാണ്. കോച്ച് ഇതെന്തോ പേന കൊടുക്കടാ. പ്രായമൊക്കെ കറങ്ങിക്കോ കോച്ച്, കറങ്ങിക്കോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അയ്യോ എണ്ണം വേറെ ഇത് കൊള്ളാലോ. ഓൾറെഡി പുള്ളി ഡിസോറിയന്റ് ആയി. വന്നോ, നടന്നോ. നേരെ സ്ട്രൈറ്റാ പോങ്ങ. அப்படியே സ്ട്രൈറ്റാ പോങ്ങ. പെൺ കയ്യിലേക്കുള്ള ഓക്കെ. ഈ കൈ ഫ്രണ്ടിൽ വെച്ചോ. മരം ഇറക്കണോ? കൈയൊക്കെ വിറയ്ക്കുന്ന പുള്ളിക്ക്. സൂപ്പർ എടാ ഇത് എന്ത് കെട്ടാടാ എടാ. ആരുമില്ല ഇതുവരെ. ഏറ്റവും അടുത്തെത്തിയേക്കുന്നത് ഇവനാ, ചന്ദ്രനാണ് ഓൾമോസ്റ്റ് എത്തിയിട്ടുള്ളത്. അതെ ബാബുണ്ട്, പക്ഷെ അത് മുടിയിലായി പോയി, ചെവിയിലായി പോയി. അറിയില്ല. അടുത്ത കമോൺ നീല നമ്മൾ നിർബന്ധമൊന്നുമില്ല. എന്നാ പിടി കെട്ടിക്കൊടുക്ക്. നീയാണ് ഒഫീഷ്യൽ കെട്ടുന്ന ആള്. അങ്ങോട്ട് നോക്കി തിരിഞ്ഞോ. ഉമ്മ കൊടുക്കലല്ല അല്ലല്ല സുന്ദരിക്ക് ഉമ്മ കൊടുക്കലല്ല ഇവന്റ്. അല്ല കണ്ണടി വരും പിടി. അമ്മ വിളിച്ചു നോക്കാം. അവളെ നോട്ട് വിട്ടിട്ടുണ്ട്. വെച്ചാ മതി, അടുത്തോട്ട് വിട്ടാ മതി. അപ്പൊ ആളുടെ ബസ് എല്ലാം കോച്ചിന്റെ ആളുടെ ബസ് ഒക്കെ വരുന്നുണ്ട്. തിരിഞ്ഞിക്കടാ. കാണാവോ? പിന്നെ എടാ ഈ മുടിയുടെ കൂടെ എങ്ങനെയാണ് എടുത്ത്? ആരോഗ്യം ഉണ്ടോ?
ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. ഇല്ല കുറച്ച് ഇതെത്ര? ആ അതും കൂടെ കഴിഞ്ഞിട്ട് ഇതെത്ര? ആ ഓക്കെ ഞാൻ കൈയൊന്നും കാണിച്ചില്ല. അവന്റെ ലെഫ്റ്റ് അല്ല വേണ്ട നോക്കിക്കേ. ആ നേരെ നോക്കാം. ഇതാണ് ഇത്. നേരെ നടന്നോ, സ്ട്രൈറ്റ് നടന്നോ, സ്ട്രൈറ്റ് നടന്നോ, സ്ട്രൈറ്റ് വാ, നടന്നോ, കുറച്ച് ലെഫ്റ്റ്. ആ ഇല്ല ലെഫ്റ്റ് 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 ലെഫ്റ്റ്. ആ നേരെ പോട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ, നേരെ പോട്ടെ, നേരെ വാ, നേരെ വാ, നേരെ വാ, നേരെ വാ, നേരെ വാ. ആ അവിടെ അവിടെ അവിടെ. ആ ഇതാണ് അതാണ് മരം, അതാണ് മരം, അതാണ് മരം, അതാണ് മരം. ഓക്കെ ഈ കൈ വിട്ട്, ഈ കൈ വിട്ട്. പറ്റില്ല. ഓക്കെ വെച്ചോ. ആരുടെ കട്ടിപ്പൂടിടാ കുത്തി കുത്തി. ശരി എന്റെ അമ്മ. അത് തന്നെ കാണിച്ചെടുത്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അത് ആദ്യം നീ കുത്തിയത് ഇവിടെയാ, ഇവിടെ നീ കുത്തി ആദ്യം. അപ്പൊ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സുന്ദരിക്ക് പൊട്ടുതൊടിയിലെ സമ്മാനദാനം ചടങ്ങിലേക്ക് പോവാണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊന്ന് പറയട്ടെ, ചാറ്റ് പറയട്ടെ. ഇതിലാരാണ് വിന്നർ? ഇതിലാരാ വിന്നർ നോക്കിയോ. ചന്ദ്രൻ ഇവിടെ, ക്ലോസ് ഉള്ളത് ഇവിടെ ചന്ദ്രന്, ബാബു ഇവിടെ, ബ്രാവോ ഇവിടെ. ആരാണ് ആരാണ് ആരാണ്? ഞാൻ എവിടെ അത്. അപ്പൊ ചാറ്റും തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ചന്ദ്രബോസ്. ചന്ദ്രബോസിനുള്ള സമ്മാനദാനം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അതിന്റെ സോ ഗൈസ് നമുക്ക് അത് അടുത്തൊരു പരിപാടിയിലോട്ട് എടാ എല്ലാവരും വന്നേടാ, എല്ലാവരും വന്നേടാ, എടാ എല്ലാവരും വരുമല്ലോ.